ഹലോ, രാവിലെ ഉറങ്ങി എണീറ്റതേ പഴനിയിലാണ്. കണ്ണിന് എന്താണെന്നറിയില്ല, ചെറിയൊരു ഇടങ്ങാറ് പോലെ. അങ്ങനെ എണീറ്റ് റെഡിയായി റൂമിന്റെ വെളിയിൽ പോയി ഒരു ചായയും പന്നും വാങ്ങിച്ച് അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചായയും വടയും കൂടെ കഴിച്ച് ഇരിക്കുന്ന സമയത്ത് കണ്ണിൽ എന്തോ വീക്കം വരുന്ന പോലെ തോന്നി. അതുകൊണ്ട് നേരെ ഒരു ഐസ് കട്ട വാങ്ങിച്ച് കണ്ണിൽ വെക്കുകയാണ്. പിന്നെ ഇപ്പൊ റെഡിയായി അമ്പലത്തിൽ പോവാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസമായി. കുറെ പേരിന്റെ വിചാരം പഴനിയിൽ എനിക്ക് കാമുകി ഉണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ 3 മാസം മുമ്പ് പഴനിയിൽ നിന്ന് 110 രൂപയ്ക്ക് വാങ്ങിച്ച് ഇപ്പോഴാണ് കേട് വരുന്നത്. ഇനി ഇവിടെ തന്നെ വേറൊരു വാച്ച് വാങ്ങണം. അങ്ങനെ പഴനി അമ്പലത്തിന്റെ ഉമ്മറത്ത് കൂടെ പോയി നേരെ ബാലാജി ഭവനിലാണ് കയറി പോകണം. ഏറം സിനിമന്റെ ഡയറക്ടറായി എന്റെ സ്വന്തം ജിതിൻലാൽ ഏട്ടന്റെ ഒപ്പം വന്നപ്പോഴാണ് ആദ്യമായിട്ട് ബാലാജി ഭവനിൽ കയറിയത്. പിന്നെ ഇപ്പൊ ബാലാജി ഭവൻ ഇപ്പൊ എന്റെ സ്ഥിരം കടകളിൽ ഒന്നായി. അങ്ങനെ അവിടെ നിന്ന് ഒരു കോഫി കുടിച്ചിരിക്കുന്ന സമയത്ത് കണ്ണിൽ കുരു വീണ്ടും വലുതാവാൻ തുടങ്ങി. ഞാൻ പിന്നെ രജനീകാന്ത് ഫാൻ ആയതുകൊണ്ട് എല്ലാം സ്റ്റൈലായിട്ട് എടുക്കാറുള്ളൂ. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിന്റെ ഉമ്മറത്ത് പോയിട്ട് എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് തേങ്ങ മുട്ടുകയാണ്. എന്റെ പ്രാർത്ഥനയിൽ എന്നും എന്നെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യണം നിങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ കൗണ്ടറിൽ കൊടുത്ത് നേരെ അമ്പലത്തേക്ക് കയറി തിരിച്ചിറങ്ങുന്നത് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അവിടെ തന്നെ ഭക്ഷണം കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ചെരുപ്പ് കൊടുത്ത് നടന്നു പോണ സമയത്താണ് ഈ 2 ഏട്ടനും അനിയനായ പിള്ളേരിനെ കണ്ടത്. ഇവിടെ കുറെ ഭിക്ഷാടന മാഫിയയിലെ പിള്ളേരുണ്ട്. പക്ഷെ അവരിനെ പോലെയല്ല എനിക്ക് തോന്നിയത്. ഇവൻ പൈസ ആയിട്ടൊന്നും ചോദിച്ചില്ല. അനിയനെ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു തരുമോ ചോദിച്ചു. എന്താണെന്നറിയില്ല, മനസ്സിൽ ഭയങ്കര ടച്ച് ചെയ്തത്. ഞാൻ അമ്പലത്തിൽ പോയ പൈസ ഇടാറില്ല, മറിച്ച് കയ്യും കാലും ഇല്ലാത്തവർക്കും വയ്യാത്ത അമ്മമാർക്കും ഭിക്ഷാടനം ചെയ്യുന്നവർക്കും ഇതുപോലുള്ളവർക്കുമാണ് കൊടുക്കാറ്. അതുകൊണ്ട് അവനിക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ട അരിയും സാധനങ്ങളും മറിച്ച് ഫുഡ് കഴിക്കാനുള്ള പൈസ എല്ലാം കൊടുത്ത് വിട്ടാക്കി. അങ്ങനെ റൂമിക്ക് വന്നൊന്ന് റീഫ്രഷ് ആയിരിക്കുമ്പോഴേക്കും കണ്ണ് വേദനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നേരെ അടുത്തുള്ള ഒരു കണ്ണാശുപത്രി പോയി അവിടെ പോയി കാണിച്ച് മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വിട്ടത് നല്ല ബിരിയാണി കിട്ടുന്ന കടയ്ക്കാണ്. സത്യം പറയല്ലേ, എനിക്ക് തമിഴ്നാട് ശൈലിയിലുള്ള ബിരിയാണികളാണ് കൂടുതൽ ഇഷ്ടം. ഇതിൽ കായ്ച്ചാറ് ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അങ്ങനെ അത് കഴിച്ച് ഇറങ്ങി നേരെ നമ്മുടെ സ്ഥിരം ഒരു ചായക്കടയുണ്ട്. പരന്ന് കിടക്കുന്ന വരണ്ട പാടത്തിന്റെ അവിടെയാണ് നമ്മുടെ ചായക്കട. അങ്ങനെ അവിടെ നിന്ന് ഒരു ചായയും പപ്സും കഴിച്ച് കുറെ നേരം അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ഒരാളിനെ കാണാണ്ടായിരുന്നു. അയാളിനെ കണ്ടിട്ട് നേരെ ഞാൻ പഴനി അമ്പലത്തിന് ഉമ്മർത്തെത്തി. ഇത് കൂടെ കുറച്ചു നേരം തേരാപ്പാരം നടന്ന് ഒരു കരിക്കും വാങ്ങിച്ചു കൊടുത്ത് ഫ്രീ ആയിട്ടുള്ള ബസ്സിലും കയറി കുറെ നേരം ചുറ്റിക്കറങ്ങി ഒരു ചായയും വാങ്ങി ഒരു കുപ്പി വെള്ളവും വാങ്ങിച്ച് നേരെ റൂമിൽ പോയി തുള്ളിമരുന്ന് ഒറ്റിച്ച് ഒന്ന് കിടക്കട്ടെ. നാളെ ആകുമ്പോഴേക്കും പെട്ടെന്ന് മാറും എന്നുള്ള പ്രതീക്ഷയിൽ കിടക്കണോ. പിറ്റേ ദിവസം ആണെങ്കിൽ ഒരു കണ്ണിലുണ്ടായിരുന്നപ്പോ മറ്റേ കണ്ണിലുമായി.